നമസ്കാരം. ലഹരി ഒരു മനുഷ്യനെ എത്രമാത്രം മോശക്കാരനാക്കും എന്ന് തെളിയിക്കുകയാണ് കാസർഗോഡുണ്ടായ ഒരു സംഭവം. നല്ല രീതിയിൽ ജീവിച്ചു പോന്നിരുന്ന ഒരു ചെറുപ്പക്കാരൻ, കൊച്ചിയിലായിരുന്നു ജോലി, കാസർഗോഡ് തളങ്കര സ്വദേശിയാണ്. പക്ഷേ അല്പം ലഹരി ഉപയോഗിക്കും, അത് കഞ്ചാവ് തന്നെ ഉപയോഗിക്കും. കഞ്ചാവ് ഉപയോഗിച്ചതിന് ശേഷം കൂട്ടുകാരോടൊപ്പം ചേർന്ന് ഇവർ ഒരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ എന്താണെന്നും പിന്നീട് എന്താണ് സംഭവിച്ചതെന്നും നോക്കാം. കാസർഗോഡ് ടൗണിൽ പ്രവർത്തിക്കുന്ന ബിവറേജ് ഔട്ട്ലെറ്റിൽ കഴിഞ്ഞ ദിവസം 3 അതിഥികളെത്തി. അർദ്ധരാത്രി എത്തുന്ന പ്രത്യേകതരം അതിഥികളാണ് അവർ. കാസർഗോഡ് ബിവറേജ് ഷോപ്പിൽ എന്തൊക്കെ ചെയ്തു കൂട്ടിയെന്നും എന്താണ് നിലവിൽ അവരുടെ സാഹചര്യമെന്ന് നോക്കാം. രാവിലെ വരുമ്പോഴാണ് ലോറിയിൽ നിന്ന് ബാഗും പാസ്ബുക്ക് മുതലായവ പുറത്ത് വീണ് കിടക്കുന്ന കണ്ടത്. അപ്പോൾ അയാളെ വണ്ടിയിൽ മോഷണം പോയത് ശ്രദ്ധയിൽപ്പെട്ട കൊണ്ടാണ് ഞാൻ CCTV ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ ഒരാൾ 3 പേരുണ്ടായിരുന്നു. 3 പേരും ഷോപ്പ് കുത്തി തുറക്കാനുള്ള ശ്രമമായിരുന്നു. കമ്പിപ്പാര, പിന്നെ ലിവർ, ഇതൊക്കെ ഉപയോഗിച്ച് പൂട്ട് പൊട്ടിക്കാൻ അധികം ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഒരാൾ വണ്ടിക്കകത്ത് കയറി ടോർച്ചടിച്ച് നോക്കുന്നുണ്ട്, എല്ലാം ഇതാക്കി വലിച്ചെറിയുന്നുണ്ട്, ഇതെല്ലാം കാണുന്നത്. അപ്പോൾ പിന്നെ വീണ്ടും അവർ കുറേ സമയം ശ്രമിച്ചു. അതിനിടയിൽ ഇവിടെ ഒരു ലോറി നിർത്തിയിട്ടുണ്ടായിരുന്നു, അവരെ ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ അവർ ഉപേക്ഷിച്ച് തിരിച്ചുപോയി. ഇതാണ് ഉണ്ടായത്. കമ്പിയുണ്ട്, അത് എവിടെയാ കമ്പ്യൂട്ടർ
വണ്ടിയിൽ ഇവരെ കയറ്റിയിട്ട് സാർ എവിടെയാണ് സ്ഥലം ഇവർ? തളങ്കര പേരെന്താണ്? മുഹമ്മദ് ഉമയ്യ. മുഹമ്മദ് ഉമേർ. എവിടെ സ്ഥലം? തലങ്കര സ്ഥലം അറിയോ? തളങ്കര കുന്നിലോ? സ്ഥിരമായിട്ടുള്ള ആളാണോ അല്ലെങ്കിൽ? ഇല്ലില്ല, ഇവനിപ്പോൾ ആദ്യമായിട്ട് ഒരു മോഷണ കേസിൽ പ്രതിയാകുന്നത്. കഞ്ചാവ് വലിച്ച ചെറിയ ചെറിയ കേസുകളുണ്ട്, എന്നാലും കഞ്ചാവ് വലിച്ചതിൻ്റെ ഇതിൽ ചെയ്തു പോയതാണെന്നാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ 2 പ്രതികളുണ്ട്. അപ്പോൾ അവരെ നിർബന്ധപ്രകാരം ഇവർ ആ സമയത്ത് ചെയ്തതാണ്. അവന്മാർ നമ്മൾ എത്രയും പെട്ടെന്ന് പിടിക്കുന്നുണ്ട്. അപ്പോൾ അവരെ ഫോട്ടോയും കാര്യങ്ങളും എല്ലാം മാധ്യമങ്ങളും മറ്റും ഷെയർ ആക്കിയിട്ടുണ്ട്, കിട്ടിയിട്ടുണ്ട്. സാർ എത്ര ദിവസമായി സാർ മോഷണം നടന്നിട്ട്? ഇപ്പോൾ 2 ദിവസം. 2 ദിവസം കൊണ്ട് ലഹരിയിൽ ചെയ്തു പോയെന്നാണ് പറയുന്നത്. അതെ.